കർത്താവിനാൽ അനുഗ്രഹീതരായി എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ നോമ്പിൻ്റെ 10ാം ദിവസത്തിലേക്കാണ് ദൈവഹിതപ്രകാരം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ആത്മീയ യാത്രയുടെ ഓരോ ദിവസവും നമ്മെ ആത്മീയതയുടെ ആഴങ്ങളിലേക്കാണ് ഈ വിശുദ്ധ നോമ്പ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ദൈവ ഇഷ്ടത്താൽ ഇന്ന് നമ്മൾ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 33-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ആമേൻ. ഈ വചനത്തിൽ മുഴുവൻ വിശ്വാസ ജീവിതത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന ഒരു തിരുവചന വാക്യമാണിത്. സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആദ്യ പടിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി പരിചയപ്പെടുത്തുന്നു. മേലിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും മീതയുള്ളവനെന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവം മനുഷ്യനായി വന്നു. അവൻ കണ്ടതും കേട്ടതും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ തിരുവചനം പറയുന്നു, അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. ഇതിന്നും സത്യമായി തന്നെ മുൻപോട്ട് പോകുകയാണ്. ദൈവം സംസാരിക്കുന്നു, പക്ഷേ ലോകം കേൾക്കുവാൻ തയ്യാറല്ല. ഈ വിശുദ്ധ നോമ്പ് നമ്മോട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നുണ്ടോ? സാക്ഷ്യം കൈക്കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യം കേൾക്കുന്നത് ഒരു കാര്യം, കൈക്കൊള്ളുന്നത് മറ്റൊന്ന്. കൈക്കൊള്ളുക എന്നത് ഹൃദയത്തിൽ സ്വീകരിക്കുക, ജീവിതത്തിൽ പ്രായോഗികമാക്കുക, സത്യമായി അംഗീകരിക്കുക. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവനത്രേ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശ്വാസം എന്നത് ഒരു വികാരമല്ല, അതൊരു തീരുമാനമാണ്. ദൈവം സത്യവാൻ. ദൈവം സത്യവാൻ എന്ന് പറയുന്നത് മുദ്രയിടുന്ന ഒരു വിശ്വാസിയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 33-ൽ വീണ്ടും കേൾക്കാം: അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. മുദ്രയിടുക എന്നുള്ളത് അംഗീകാരം നൽകുക. ഒരു രാജാവിന്റെ കൽപ്പനയിൽ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അത് അന്തിമമാണ്. അങ്ങനെ തന്നെ ദൈവവചനം അംഗീകരിക്കുന്ന ഓരോ വിശ്വാസിയും പ്രഖ്യാപിക്കുന്നു: എന്റെ ദൈവം സത്യവാൻ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. അങ്ങനെയാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ ലോകം സത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ലോകമാണ്. പക്ഷേ വിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരുവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ വിശുദ്ധ നോമ്പ് സത്യത്തിലേക്കുള്ള ശുദ്ധീകരണമാണ്. ഈ വിശുദ്ധ നോമ്പ് വ്രതാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല, അത് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പ്രിയ ദൈവമക്കളെ, നമ്മെ അടിമയാക്കുന്നവ അത് അഹങ്കാരം, വ്യാജാഭിമാനം, പാപത്തിന്റെ രഹസ്യബന്ധങ്ങൾ. ഈ വിശുദ്ധ നോമ്പ് ഇവയെ പൊളിച്ചെറിയുന്നവയായിത്തീരണം. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമെന്ന് പറയുന്നത് ദൈവം ആത്മാവിനെ അളവില്ലാതെ നൽകുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നത്. സാക്ഷ്യം സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നു. നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് വിശ്വാസം അത് ബുദ്ധിപരമായ ഒരു സമ്മതം മാത്രമല്ല, അത് ഒരു ജീവിക്കുന്ന അനുഭവമാണ്. ദൈവത്തെ സ്വീകരിക്കുന്നവൻ ദൈവകൃപയിൽ ജീവിക്കുന്നു. അപ്പോൾ സാക്ഷ്യം നിഷേധിക്കുന്നവന്റെ അവസ്ഥ, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഇതൊരു ഭീഷണിയല്ല, ഇത് സ്നേഹത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും ഈ വിശുദ്ധ നോമ്പിൽ നമുക്കായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ദൈവം സത്യവാനാണ്. അവനെ നിഷേധിക്കുന്നവന് വെളിച്ചത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും നമുക്ക് ഈ വിശുദ്ധ നോമ്പിന്റെ 10-ാം ദിവസമായി ഇന്ന് ഒരു ആത്മപരിശോധന നടത്താം. അത് ഏറ്റവും അനിവാര്യമാണ് ഈ വിശുദ്ധ നോമ്പിൽ. ഇന്ന് നമുക്ക് നിശബ്ദമായി ചോദിക്കാം, ഞാൻ ദൈവത്തെ സംശയിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവം സത്യമാണെന്ന് തെളിയിക്കുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തികൾ ദൈവ സത്യത്തെ മുദ്രയിടുന്നുണ്ടോ? വിശുദ്ധ നോമ്പിന്റെ 10-ാം ദിവസം നമുക്കൊരു തിരിഞ്ഞു നോട്ടത്തിന്റെ ദിവസമായി തീരട്ടെ. ക്രൂശ് ഒരു സാക്ഷ്യമാണ്. ക്രൂശിൽ ദൈവ സ്നേഹം തെളിഞ്ഞു. ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നത്. ക്രൂശിനെ നോക്കുമ്പോൾ നാം പ്രഖ്യാപിക്കുന്നു, ദൈവം സത്യവാൻ, ദൈവം സ്നേഹമാണ് എന്ന്. ഒരു വിശുദ്ധമായ നോമ്പുകാരന്റെ പ്രഖ്യാപനം ഇന്നത്തെ ധ്യാനത്തിന്റെ സമാപനത്തിൽ നമുക്ക് ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പറയാം: കർത്താവേ, ഞാൻ നിന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നു. എൻ്റെ ജീവിതം നിന്റെ സത്യത്തിന് മുദ്രയാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്ക് അല്പസമയം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, സത്യസ്വരൂപമായ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിനീതരായി നിൽക്കുന്നു. കർത്താവേ, നിന്റെ സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പലവട്ടം കേട്ടിട്ടും അതിനെ പൂർണ്ണമായി കൈക്കൊള്ളാതെ ജീവിച്ച ദിവസങ്ങൾക്കായി ഞങ്ങളിപ്പോൾ അനുതപിക്കുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച തിരുവചനപ്രകാരം അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയും. ഈ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. നിന്റെ വചനം സത്യമാണെന്ന് ഞങ്ങൾ പറയുമ്പോഴും ഞങ്ങളുടെ പ്രവൃത്തികൾ പലപ്പോഴും ലോകത്തിൻ്റെ ശബ്ദത്തെയാണ് അനുസരിച്ചത്. തമ്പുരാനെ, ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ. നീ പറഞ്ഞ സത്യത്തെ ഞങ്ങൾ സംശയിച്ചു. നീ നൽകിയ കൽപ്പനകളെ ഞങ്ങൾ അവഗണിച്ചു. നീ വെളിപ്പെടുത്തിയ സ്നേഹത്തെ ഞങ്ങൾ പലപ്പോഴും വില കുറച്ച് കണ്ടു. ദൈവം സത്യവാനെന്ന് മുദ്രയിടേണ്ടിടത്ത് ഞങ്ങൾ പലപ്പോഴും സ്വന്തം ബുദ്ധിക്കും അഭിമാനത്തിനും
മുദ്രയിട്ടു. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവെ, അടിയങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ക്രൂശിൽ നീ നൽകിയ സാക്ഷ്യം സ്നേഹത്തിൻ്റെ പരമസത്യമായിരുന്നു. ആ സത്യത്തെ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയി. ഇന്ന് ഈ നിമിഷത്തിൽ ഞങ്ങൾ ഹൃദയം തുറന്നു പറയുന്നു, കർത്താവേ, ഞങ്ങൾ നിന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നു. നീ സത്യവാനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ നോമ്പ് ദിവസങ്ങളിൽ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. പാപത്തിൽ നിന്നും തിരിഞ്ഞു വരുവിൻ, ധൈര്യം നൽകണമേ. തമ്പുരാനെ, നിന്റെ സത്യത്തിൽ നടക്കുവാൻ അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.